UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക? ജമാഅത്തെ ഇസ്ലാമിയോ അവർ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയോ UDF-ന്റെ ഭാഗമല്ല. മുൻപ് LDF-നെ പിന്തുണച്ചിരുന്നത് പോലെ ഇപ്പോൾ അവർ UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രം. UDF അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാറ്. UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് മോഡലിൽ കലാപമുണ്ടാകും എന്നും പറയുന്നത് ഒരു വസ്തുതയുമില്ലാത്ത പച്ചവെള്ളത്തെ തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ്. അതൊരു ഡോഗ് വിസിൽ കൂടിയാണ്. അയ്യോ, ഇവിടെ മുസ്ലിം ഭരണം വരാൻ പോകുന്നേ, ഹിന്ദുക്കളെ നിങ്ങൾ ഒരുമിക്കൂ എന്നാണ് അത് പറയുന്നത്. CPM-നോടുള്ള ചോദ്യം, നിങ്ങൾ ഈ വർഗീയ കാർഡ് ഇറക്കിയാണോ വോട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് അമിത്ഷാ 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഗുജറാത്ത് മോഡൽ ഭൂരിപക്ഷ ഏകീകരണം കേരളത്തിൽ ചിലവാകുമോ? കേരളത്തിലെ വോട്ടർമാരെ അത്ര ചെറുതാക്കി കാണിക്കേണ്ടതുണ്ടോ?